ഇന്നലെ അന്തരിച്ച ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ കോഴിക്കോട് മാവൂർ റോഡിലുള്ള സ്മൃതിപഥത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനാണ് ഓർമ്മയായത്. മകൻ നിധിനാണ് ഡോക്ടർ ഷേർലി വാസുവിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വസതിയായ മായനാട് നിർവൃതിയിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് മൃതദേഹം ആംബുലൻസിൽ ശ്മശാനമായ മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ എത്തിച്ചത്. മക്കളായ നിധിനും നന്ദനയ്ക്കും പുറമെ മറ്റു ബന്ധുക്കളും അന്തിമ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. സംസ്ഥാനത്തെ വിവാദമായ ഒട്ടേറെ കൊലക്കേസുകളിൽ തുമ്പുണ്ടാക്കിയ ഫോറൻസിക് സർജൻ കൂടിയായ ഡോക്ടർ ഷേർലി വാസു ഇന്നലെ ഉച്ചയോടെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും വനിതാ ഫോറൻസിക് സർജനാണ് വിടവാങ്ങിയത്. സൗമ്യ കൊലക്കേസ്, നാൽപ്പാടി വാസു വധക്കേസ്, കണ്ണൂർ ഫസൽ വധക്കേസ്, മാറാട് കൂട്ടക്കൊല തുടങ്ങിയ പ്രമാദമായ കേസുകളിൽ ഡോക്ടർ ഷേർലി വാസുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം ഏറെ നിർണായകമായി. കോടതി ജീവനക്കാരായിരുന്ന തൊടുപുഴ സരസ്വതി നിവാസിൽ പരേതരായ KV വാസു, സരസ്വതി ദമ്പതികളുടെ മകളാണ്. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ബാലകൃഷ്ണനാണ് ഭർത്താവ്. മരണാനന്തര കർമ്മം എന്നതിനുമപ്പുറം സാമൂഹിക പ്രതിബദ്ധതയും സുരക്ഷയും ഉൾപ്പെടുന്ന ദൗത്യം നിർവഹിക്കുന്ന ഒന്നായി പോസ്റ്റ്മോർട്ടത്തെ നിർവചിച്ചതിൽ നിസ്തുല സേവനം നൽകിയ ഫോറൻസിക് സർജനാണ് ഓർമ്മയായി മാറിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.